ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്റ്റൈൽ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. വളരെ രുചികരമായതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതാണിത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരേക്ക് നന്നായി വേവിച്ചെടുക്കാം. ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കാം. 1/2 മുറി നാളികേരം ചെറിയത്, 1/2 ടീസ്പൂൺ ജീരകം ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നാളികേരം ഒന്ന് കറിയിൽ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി കട്ടയൊക്കെ ഉടച്ച 1 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം കറി തിളക്കരുത്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ വളരെ രുചികരമായ പുളിശ്ശേരിയുടെ തയ്യാറായി. ഇപ്പം നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഈ പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.